കാക്കനാട് നിലമ്പതിഞ്ഞിമുകൾ റോഡിലെ മാലിന്യ നിക്ഷേപത്തിനെതിരെ പൊറുതിമുട്ടി നാട്ടുകാർ. കാക്കനാട് നിലമ്പതിഞ്ഞിമുകൾ ആപ്പിൾ വാലി റോഡിൽ മാലിന്യ നിക്ഷേപം പ്രദേശവാസികൾക്കും വഴിയാത്രക്കാർക്കും വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തുന്നതിനായി നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടും ഭരണസമിതി നടപടി സ്വീകരിക്കുന്നില്ലെന്ന് വാർഡ് കൗൺസിലർ റെനി തോമസ് പറഞ്ഞു. ഒരു മാസത്തിനിടെ 5-ാം തവണയാണ് ഈ പ്രദേശത്ത് മാലിന്യ നിക്ഷേപം നടത്തുന്നത്. ഇതിനെതിരെ നഗരസഭ അധികൃതർ നടപടി സ്വീകരിക്കാത്തത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. രാത്രി പോലീസിന് കാര്യക്ഷമമായ പട്രോളിംഗ് സംവിധാനം ഇല്ലാത്തതും മാലിന്യം തള്ളുന്നവർക്ക് സഹായകരമായിട്ടുണ്ട്. പ്ലാസ്റ്റിക് കവറുകളിലും ചാക്കുകളിലുമായി വാഹനങ്ങളിൽ കൊണ്ടുവന്നിരുന്ന മാലിന്യം തെരുവ് നായ്ക്കളും പക്ഷികളും കടിച്ചെടുത്ത് സമീപത്തുള്ള പറമ്പുകളിലും കിണറുകളിലും കൊണ്ടിടുന്നത് മാലിന്യ പ്രശ്നങ്ങൾ രൂക്ഷമാക്കുന്നു. രൂക്ഷമായ ദുർഗന്ധം വമിക്കുന്നതിനാൽ യാത്ര ചെയ്യുന്ന ആളുകൾ ഈ ഭാഗത്തെത്തുമ്പോൾ മൂക്കുപൊത്തി ഓടേണ്ട അവസ്ഥയാണ് ഉള്ളത്. ഈ പ്രദേശങ്ങളിൽ പതിവായി മാലിന്യം നിക്ഷേപിക്കുന്നത് മൂലം തെരുവ് നായ്ക്കളുടെയും കൊതുകുകളുടെയും ആവാസ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. സ്ഥിരം മാലിന്യം വലിച്ചെറിയുന്ന ഒരു ഏരിയയാണിത്. പല പ്രാവശ്യം ഞാൻ മുനിസിപ്പാലിറ്റി കംപ്ലയിൻറ്റ് ചെയ്തു, എനിക്കൊരു ക്യാമറയെങ്കിലും വെച്ച് തരണം, ഈ ഒരു മാലിന്യം വലിച്ചെറിയുന്നവരെ ഒന്ന് പണിഷ്മെൻറ്റ് കൊടുത്ത് അവർക്കൊരു ഇത് കൊടുക്കാനായിട്ട്. പക്ഷേ നഗരസഭ പറയുന്നത് നമ്മുടെ അവിടെ ക്യാമറ ഉണ്ടെങ്കിലും അത് ആനുവൽ മെയിൻ്റനൻസ് അടയ്ക്കാത്തത് കാരണം ക്യാമറ ഒന്നും വർക്ക് ചെയ്യുന്നില്ല, നിലവിൽ ക്യാമറ ഇല്ല എന്നാണ്. ഒരു മാസമായി ഞാനൊരു ക്യാമറയ്ക്ക് ചോദിച്ചിട്ട്. ഈ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം കണ്ടിട്ട് കാണാണ്ടിരിക്കാനായിട്ട് എനിക്ക് കഴിയുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഡെങ്കു പനി, മഞ്ഞപ്പിത്തം മുതലായ പകർച്ചവ്യാധികൾ പടരുന്ന ഈ സാഹചര്യത്തിൽ ഇങ്ങനെ മാലിന്യം വലിച്ചെറിയുന്നവർക്ക് എന്ത് ശിക്ഷയാണ് ഈ മുനിസിപ്പാലിറ്റി നമ്മൾ കൊടുക്കുന്നത്? ഈ ജനങ്ങൾ, ഇത്രയും വിദ്യാസമ്പന്നരായ ആളുകൾ ഇങ്ങനെ കാണിക്കുന്നത് വളരെ ശോചനീയമാണ്. മുനിസിപ്പാലിറ്റി ഇതിൽ കാണിക്കുന്ന അനാസ്ഥ ശരിക്കും ഗുരുതരമായ വീഴ്ചയാണ്. ഒരു നടപടി എത്രയും വേഗം ഉണ്ടാവണം.